അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഖുർആൻ പഠനത്തിനൊരുൾപ്പൊഴി നിങ്ങൾക്കായി സമർപ്പിക്കുന്ന ആൽഫബറ്റ് റീഡ് ആൻഡ് റൈറ്റ് അറബിക് ഇൻ 20 days. അറബി ഭാഷ വളരെ ലളിതമാണ്. ആകെ 12 ഷേപ്പുകളാണ് നമുക്ക് പഠിക്കേണ്ടത്. അറബി ഭാഷയിൽ ആകെ 12 രൂപങ്ങളാണ് ഉള്ളത്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം എന്ന് നോക്കാം. ആദ്യമായി ഒരു 4 ലൈൻ ബുക്ക് വാങ്ങിക്കുക. 4 ലൈൻ ബുക്ക് വാങ്ങിയാൽ അതിനെ നേരെ തിരിച്ചു വെച്ച് മാർജിൻ വലതുവശത്താക്കുക. മാർജിൻ ഉള്ള ബുക്കാണെങ്കിൽ മാർജിൻ വലതുവശത്താക്കുക. ഇല്ലെങ്കിൽ ബുക്ക് നേരെ തിരിച്ചു വെക്കേണ്ടി വരും, എന്നാലേ നമുക്ക് എഴുത്ത് കറക്റ്റായിട്ട് വരും. അപ്പോൾ മാർജിൻ വലതുവശത്ത് മാർജിൻ കൊടുക്കുക. കാരണം അറബി ഭാഷ വലത്തു നിന്നും ഇടത്തോട്ടാണ് എഴുതുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് മുകളിൽ നിന്ന് താഴേക്ക് ഒരു 1 വരയ്ക്കുക. 1. അതേപോലെ ഈ റോയിൽ നിറച്ച് എന്ത് ചെയ്യുക, 1 വരയ്ക്കുക. 1 നമ്പർ 1 പോലെ. പക്ഷേ ഇതിൻ്റെ സൈസ് നോക്കുക. 4 ലൈനിൽ ആദ്യത്തെ 3 വരിയിലാണ് ഇത് ഉപയോഗിച്ചത്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്നതാണ്. മുകളിൽ നിന്ന് താഴേക്കാണ് വരച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. രണ്ടാമത്തെ റോയിൽ നമ്മൾ ചെയ്യേണ്ടത്, രണ്ടാമത്തെ റോയിൽ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ 3 വരി ഉപയോഗപ്പെടുത്തിയിട്ട് അതിനു മുമ്പ് നമുക്ക് രണ്ടാമത്തെ വരിയിൽ തോണി വരയ്ക്കാം. ബോട്ട്. ഇതേപോലെ ബോട്ടുകൾ വരയ്ക്കുക. ഇപ്പോൾ രണ്ടാമത്തെ റോയിൽ അങ്ങറ്റം വരെ ഇതാണ് വരയ്ക്കേണ്ടത്. ഇതേപോലെ ധാരാളം തോണികൾ വരയ്ക്കുക. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, അറബി ഭാഷയുടെ എഴുത്ത് വലത്ത് നിന്ന് ഇടത്തോട്ടാണ് വരുന്നത്. ഇപ്പം നിങ്ങൾ വളരെ കലാപരമായിട്ട് എൻ്റെ എഴുത്ത് കാണുന്നുണ്ട്. അപ്പം ഞാൻ ചിസൽ ടിപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചിസൽ ടിപ്പ് നിങ്ങൾ പെൻസിൽ വാങ്ങിയിട്ട് പെൻസിലിനെ മുറിച്ചിടുമ്പോൾ അതിൻ്റെ ഷാർപ്പൻ ചെയ്യുമ്പോൾ അതിൻ്റെ ലെഡ് മാത്രം എടുത്ത് വീതിക്ക് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അതല്ലെങ്കിൽ കാലിഗ്രാഫി പെൻ വാങ്ങിയാൽ അത് കാലിഗ്രാഫി പെൻ ഒരു സെറ്റായിരിക്കും ഒരുമിച്ച് കിട്ടുക. അത് നിങ്ങൾക്ക് അതിൽ മീഡിയം വിഡ്ത്തുള്ള, മീഡിയം ടൈപ്പ്, മധ്യമ നിലയിലുള്ള വീതിയുള്ളത് എടുക്കാം. അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇത് വരച്ചു. മൂന്നാമത് ചെയ്യേണ്ടത്, അറബി ഭാഷ വലത്ത് നടത്തോട്ടാണ് വരയ്ക്കുന്നത്. അതേപോലെ ക്ലോക്ക് വൈസ് റൈറ്റിംഗ് ആണത്. ക്ലോക്ക് വൈസാണ്. അപ്പോൾ 12 തുടങ്ങിയിട്ട് ഇതേപോലെ വരയ്ക്കുക. 12 തുടങ്ങിയിട്ട് 3 പോകുന്നു, പിന്നെ 6 വരുന്നു, പിന്നീട് വീണ്ടും 9 പോയിട്ട് 12 അകത്തൂടെ കറങ്ങി അല്പം ഇടത്ത സൈഡിലേക്ക് തിരിച്ചു വരിക. ഇത് മലയാളത്തിലെ യാ എഴുതുന്ന പോലെ തന്നെയാണ്. പക്ഷേ യായുടെ അവസാനം പോകുന്നത് വലത്തോട്ടാണ്, ഇത് ഇടത്തോട്ടാണ് പോകുന്നത്. കാരണം വലത്തു നിന്ന് ഇടത്തോട്ടാണല്ലോ എഴുത്ത്. അപ്പോൾ ഇങ്ങനെ പോകുന്നു. ഇത് ഈ വരിയുടെ അവസാനം വരെ ഇങ്ങനെ എഴുതുക. ഈ വരിയുടെ അവസാനം വരെ ഇങ്ങനെ എഴുതുക. റൗണ്ടായിരിക്കണം കേട്ടോ. റൗണ്ടിന് വരിക. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ തന്നെ ബി, മൂന്നാമത്തെ സ്റ്റെപ്പ് പാർട്ട് എ 3 വരിയിലാണ് വരയ്ക്കുന്നത്. പാർട്ട് ബി നമ്മൾ ഇതിൻ്റെ അകത്ത് മധ്യത്തിൽ നിന്ന് വരയ്ക്കണം. മധ്യത്തിൽ അതിൽ വരയ്ക്കുക. ഇതേപോലെ തന്നെയാണ് റൗണ്ട് ഇട്ടിട്ട് എഴുതി കഴിയുമ്പോൾ ധാരാളം ഇട്ടതുപോലെ അല്ലെങ്കിൽ യാ ഇട്ടതുപോലെ തോന്നും. റൗണ്ടായിരിക്കണം. അകത്തൂടെ എടുത്ത് ഇതേപോലെ എഴുതുക. നിങ്ങൾ ഈ എഴുത്തുമായി യൂസ്ഡ് ആകുന്നത്രയും എഴുതുക. നിങ്ങൾ തൽക്കാലം ഒരു വരി എഴുതാനാണ് ഞാൻ പറഞ്ഞതെങ്കിലും നിങ്ങൾ എങ്ങനെയാണ് അതിൽ നിങ്ങൾക്ക് ഇത്രത്തോളം പ്രാക്ടീസ് ആകുന്നത് എങ്ങനെയാണ്, ഈ 2 വരിയുടെ അകത്ത് തന്നെ എഴുതാൻ പറ്റുന്നുണ്ടോ, അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് സ്റ്റെപ്പ് 3 പാർട്ട് ബി. അടുത്തത് സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4 നമ്മളിതേപോലെ മൂന്നാമത്തെ ലൈനാണ് ബേസ് ലൈൻ. അതായത് 4 വരെ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ലൈനാണ് ബേസ് ലൈൻ. അപ്പോൾ ബേസ് ലൈനിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഓവൽ ഷേപ്പ് വരയ്ക്കുന്നു. ബേസ് ലൈനിൽ തുടങ്ങിയിട്ട് ഓവൽ പോലെ വരയ്ക്കുന്നു. ഇങ്ങനെ എടുത്തിട്ട് ലൈന് തിരിച്ചു വന്നു, വീണ്ടും ഓവൽ വരയ്ക്കും, മറ്റൊരു ഓവൽ വരയ്ക്കും. അപ്പോൾ അടുത്ത ഓവൽ വരയ്ക്കാൻ വേണ്ടി ഇടത്തോട്ട് കുറച്ച് നീളം വേണം. നീട്ടിയിട്ടാണ് അടുത്ത ഓവൽ വരയ്ക്കുന്നത്. ഓക്കെ. ഇതേപോലെ ഒരു വരി കൈയെടുക്കാതെ എഴുതണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതുമായി പ്രാക്ടീസ് ആകുന്നവരെ ചുരുങ്ങിയത് ഒരു പേജെങ്കിലും പ്രാക്ടീസ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.
അങ്ങനെ എഴുതുക. ഒരു വരി കൈയെടുക്കുക എഴുതുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, പ്രാക്ടീസ് ആയില്ലെങ്കിൽ വീണ്ടും ഒരു പേജ് വരെ എഴുതാം. ഇനി നമ്മൾ ആദ്യം ഇവിടെ തോണി വരച്ചല്ലോ, ഈ തോണിയെല്ലാം ജോയിൻ ചെയ്ത് വരയ്ക്കണം. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. തോണിയെല്ലാം ജോയിൻ ചെയ്ത് വരയ്ക്കണം. ആ ബേസ് ലൈനിലാണ് വരയ്ക്കേണ്ടത്. ഇനി ബേസ് ലൈൻ എന്ന് പറഞ്ഞാൽ ഓർമ്മ വേണം. ബേസ് ലൈൻ എന്ന് പറയുന്നതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ലൈന്. ആ ലൈനിലാണ് നമ്മൾ എല്ലാ എഴുത്തും വരുന്നത്. അപ്പോൾ മൂന്നാമത്തെ ലൈനാണ് ബേസ് ലൈൻ. ഈ ബേസ് ലൈനിൽ തന്നെ എന്ത് ചെയ്യുന്നു, തോണികൾ ജോയിൻ്റായി കൈയെടുക്കാതെ വരയ്ക്കുന്നു. അപ്പോൾ തോണികൾ രണ്ടും തമ്മിലുള്ള ആ ഒരു ജോയിൻറ്റിങ് സ്റ്റൈൽ കണ്ടോ, ജോയിനിങ് സ്റ്റൈൽ, ആ സ്റ്റൈലിലാണ് ജോയിൻ ചെയ്യേണ്ടത്. അതല്ലാതെ 90 ഡിഗ്രിയിൽ വരരുത്. അപ്പോൾ ചെരിഞ്ഞാണ് തോണികളുടെ തലഭാഗം ചെരിഞ്ഞാണല്ലോ വരിക. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വരി വരെ അങ്ങറ്റം വരെ വരച്ചതിന് ശേഷം പ്രാക്ടീസ് ആകുന്നത് വരെ ഒരു പേജോ അല്ലെങ്കിൽ അധികമോ കുറച്ചോ, ഏറിയോ കുറഞ്ഞാലും കുഴപ്പമില്ല, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത്രയും പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. ബില്ലാഹി തൗഫീഖ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.